അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനൊരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2/p വാല്യൂ കാണാൻ -1^p² - 1/8 എന്നുള്ളൊരു ഇത് ഈക്വൽ ടു ആണ്. ഓക്കെ, അതായത് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ +1 -1 എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സെക്ഷൻ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. p കോൺഗ്രൻറ്റ് +or-1 mod 8 ആണെന്നുണ്ടെങ്കിൽ +1ഉം p കോൺഗ്രൻറ്റ് +or-3 mod 8 ആണെങ്കിൽ -1ഉം. അതായത് നിങ്ങളെടുക്കുന്ന പ്രൈം +or-1 mod 8 ആണെന്നുണ്ടെങ്കിൽ 2/p വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് 2 ഈസ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ p. അല്ല, നിങ്ങളെടുക്കുന്ന പ്രൈം p +or-3 mod 8 ആണെന്നുണ്ടെങ്കിൽ 2/p വാല്യൂ -1 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് 2 ഈസ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡുലോ p. ഇതല്ലേ ഇതിൻ്റെ മീനിങ്? അതായത് 2 ഏതൊക്കെ പ്രൈംസിനോടാണ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ ആവുക ചോദിച്ചു കഴിഞ്ഞാൽ +or-1 mod 8 ആവുന്ന ഫോമിലുള്ള പ്രൈംസിനോട്. ഏതൊക്കെ പ്രൈംസിനോടാണ് നോൺ റെസിഡ്യൂ ആവുക ചോദിച്ചു കഴിഞ്ഞാൽ +or-3 mod 8 ഈ ഫോമാറ്റിൽ വരുന്നത്. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് വരാവുന്നതാണ്. അല്ല, ഞാനത് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്. ഡിറ്റർമൈൻ ദോസ് ഓഡ് പ്രൈംസ് p ഫോർ വിച്ച് 3 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആൻഡ് ദോസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് എ നോൺ റെസിഡ്യൂ. അതായത് ഇപ്പോൾ 2 ഏതൊക്കെ ടൈപ്പ് പ്രൈംസിനോട് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവുമെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, ഏതൊക്കെ ആവില്ല എന്നുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 3/p വാല്യൂ കാണാനാണ്. 3/p 1 വരുന്നത് ഏതൊക്കെ പീക്കാണ്, 3/p -1 വരുന്നത് ഏതൊക്കെ പീക്കാണ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഡിറ്റർമൈൻ ദോസ് ഓഡ് പ്രൈംസ് p ഫോർ വിച്ച് 3 ഈസ് എ ക്വാഡ്രാറ്റിക്. അതായത് ഏതൊക്കെ ഇതിനോട് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവും, ഏതൊക്കെ ഇതിനോട് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവില്ല, നോൺ റെസിഡ്യൂ ആവും, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവിടെ നമ്മൾ 8 ആണ് എടുത്തിട്ടുള്ളത്. ഈ പ്രൂഫ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. mod 8 വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2ൻ്റെ കേസിൽ. ഇവിടെ 2/pക്ക് ബ്രാക്കറ്റൊന്നും ഇല്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ആ 8ന് പകരം ഇവിടെ ഏതാ നമ്പർ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ഞാൻ സാറിൻ്റെ ടെക്സ്റ്റ് നോട്ട് വെച്ചിട്ട് പറയാം, കുറേ സിമ്പിളാണ്. അപ്പോൾ സാറിൻ്റെ ടെക്സ്റ്റിൽ തന്നെ മുഴുവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ഭാഗം മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അനുസരിച്ച് 3/p നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞിരുന്നു 3/p p/q = q/p × q/p അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ, രണ്ടാമത്തെ ഒരു ടൈപ്പ് വേർഷൻ. അപ്പോൾ 3/p = -1^p - 1 × q - 1/2 ഈ ഫോമാറ്റിൽ എഴുതാമല്ലോ, ഇതിങ്ങോട്ട് കൊണ്ടുപോയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഈ p/3 അവിടെ നിൽക്കട്ടെ, p - 1 അവിടെ നിൽക്കട്ടെ. 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2/4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു /2 ആവില്ലേ. അപ്പോൾ എനിക്ക് p/3 ലെജൻഡറി സിമ്പിൾ p/3 × -1^p - 1/2 എന്ന് എഴുതാമല്ലോ. ഇനി ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് 3/p വാല്യൂ എന്താവുന്നതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3/p കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ലെജൻഡറി വാല്യൂ ഓഫ് p/3 എത്രയെന്ന് അറിയണം, അതുപോലെ -1^p - 1/2 വാല്യൂ അറിയണം. ഓക്കെ, p/3 വാല്യൂ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p എന്ന് പറഞ്ഞാൽ ഓഡ് പ്രൈംസ് അല്ലേ. ഓഡ് പ്രൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 3ലാണ്. അപ്പോൾ നിങ്ങൾ p എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓഡ് പ്രൈംസ് എടുക്കുക. 3 എന്തായാലും 3/3 0 ആണ്, അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ p എന്തായാലും 3നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ നിങ്ങൾ p എന്ന ഓഡ് പ്രൈമിന് നമ്മൾ 3നേക്കാൾ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ, മോഡിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ മോഡുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് p മോഡുലോ 3 ആണ്. p മോഡുലോ 3 എത്ര വരുന്നതാണ് ആദ്യം നോക്കേണ്ടി വരിക. ഓക്കെ, പിന്നെ അതുപോലെ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. p മോഡുലോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2. 1 ആകുമ്പോൾ നമുക്കറിയാം 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 ആണ്. 2 ആകുമ്പോഴും നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ p മോഡുലോ 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാം ഈ സൈഡ്. ഇനി ഇതിൻ്റെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ -1^p - 1/2 നമ്മൾ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, -1/p വാല്യൂവിൽ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഇക്വേഷൻ ഇതായിരുന്നു. -1/p കാണാനേ -1^p - 1/2 ചെയ്താൽ മതി. അതായത് p കോൺഗ്രൻറ്റ് 1 മോഡുലോ 4 ആകുമ്പോൾ 1 കിട്ടും, p കോൺഗ്രൻറ്റ് 3 മോഡുലോ 4 ആകുമ്പോൾ -1 കിട്ടും. ഓക്കെ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് p കോൺഗ്രൻറ്റ് മോഡുലോ 4 ചെയ്ത് pൻ്റെ മോഡുലോ 4 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂവിനനുസരിച്ചാണ് നമുക്ക് -1^p - 1/2 1 ആണോ -1 ആണോ തീരുമാനിക്കാൻ പറ്റുക. അതേപോലെ p/3 വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മോഡുലോ 3 ചെയ്യണം. അതായത് ഈ വാല്യൂ കിട്ടാൻ മോഡുലോ 3 ഈ വാല്യൂ മനസ്സിലാവാൻ മോഡുലോ 4 വേണം. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മോഡുലോ 3 മോഡുലോ 4 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഡുലോ 12 ആണ്. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടി പറഞ്ഞതേ ഉള്ളൂ.
3/pനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, എന്നിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതി. ഈ വാല്യൂ കിട്ടാൻ മോഡുലോ 3 ആണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ വാല്യൂ കിട്ടാൻ മോഡുലോ 4 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടും കൂടെ 3ഉം 4ഉം മോഡുലോ ആയി വരുന്നത് 12 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഡുലോ 12 ആയിട്ടുള്ള പ്രൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മോഡുലോ 12 ആയിട്ടുള്ള പ്രൈംസ് മാത്രമേ നമ്മൾ നോക്കണ്ടുള്ളൂ, അതും ഓഡ് പ്രൈംസ്. ഓക്കെ, അപ്പോൾ ഓഡ് പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് പ്രൈംസ് ആണ്. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡേഴ്സ്, ഓഡ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 13 ആണ് ഫസ്റ്റത്തെ പ്രൈം. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. 1 റിമൈൻഡർ വരാം, പിന്നെ 3 റിമൈൻഡർ വരും. നിങ്ങൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വന്നു എന്ന് കരുതാം. ഇപ്പോൾ 15 എടുക്കാം, അതൊരു പ്രൈം നമ്പർ ആവില്ല. കാരണം 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുകൊണ്ട് 12നെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 12ൻ്റെയും നിങ്ങൾ ആഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, റിമൈൻഡറായിട്ട് വരുന്ന നമ്പർ, അതിന് GCD ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്തായാലും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആവും. എന്തായാലും 12ൻ്റെ ഒരു എന്താ പറയുക, GCD ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പറും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. 3 എന്തായാലും പറ്റില്ല. കാരണം 15 എടുത്താൽ തന്നെ നമുക്കറിയാം 15 ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആവില്ല. നിങ്ങൾ പ്രൈമാണ് നോക്കേണ്ടത്, P ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 1 ഓക്കെ, 13 ഉണ്ട്. ഇനി 3 പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്തത് 5 നോക്കി നോക്കാം. 5 മോഡുലോ 12, 5 വരാമല്ലോ, 5 ഒരു പോസിബിലിറ്റിയാണ്. 7 ആവാം. പിന്നെ 9 പറ്റില്ല. 9 + 12 ചെയ്ത് കഴിഞ്ഞാൽ 21, ഒരിക്കലും പ്രൈം നമ്പർ ആവില്ല. പിന്നെ 11. ഈ 4 പോസിബിലിറ്റിയേ ഉള്ളൂ. P ആയിട്ട് വരാവുന്നത് P കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 12 വരാം, 5 മോഡുലോ 12 വരാം, 7 മോഡുലോ 12 വരാം, 11 മോഡുലോ 12 വരാം. ആ 4 കേസിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ സ്റ്റെപ്പുകൾ മറക്കണ്ട. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മോഡുലോ 12 ആണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കൺക്ലൂഡ് ചെയ്തു. അതിൽ തന്നെ 4 കേസുകളാണുള്ളതെന്നും നിങ്ങൾ 2 സ്റ്റെപ്പ് ഇത്ര എഴുതി കൊടുത്താൽ മതി. അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് മോഡുലോ 12 ആണ് ചെക്ക് ചെയ്യേണ്ടത് എഴുതി കൊടുക്കുക. 4 കേസുകളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചോ. 1, 5, 7, 11 മോഡുലോ 12. അത് ബാക്കിയുള്ളതൊന്നും നമ്മൾ നോക്കണ്ട, കാരണം P ഓഡ് നമ്പറാണ്, പ്രൈമുമാണ്. കേസ് 1, P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 12 അല്ലേ. P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 12 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ. അപ്പോൾ പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 തന്നെ ആയിരിക്കും റിമൈൻഡർ. നിങ്ങൾ എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ 13 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയല്ലേ റിമൈൻഡർ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെ റിമൈൻഡർ. ഞാൻ പറഞ്ഞു മോഡുലോ 3 വെച്ചിട്ടാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, ഇതിൽ ഈ വാല്യൂ എന്താണ് ചെക്ക് ചെയ്യുക, ഈ വാല്യൂ എന്താണ് ചെക്ക് ചെയ്യുക, ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. അപ്പോൾ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 12 ആണെന്നുണ്ടെങ്കിൽ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 3 ആയിരിക്കും, P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 എന്ന ഇക്വേഷൻ നമ്മൾ കൊടുക്കുക എഴുതാം. അതിലേക്ക് വേണ്ട ഒരു വാല്യൂ P/3 ആണ് അല്ലേ. P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കോൺഗ്രുവൻസ് വെച്ചിട്ട് സെയിം കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 3 ആയതുകൊണ്ട് Pക്ക് വരെ എനിക്ക് 1 എഴുതാം. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. 1 മോഡുലോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ 1 ആണ് നമ്മൾ പറഞ്ഞു. ഇനി P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആകുമ്പോൾ നമ്മൾ ആ -1/P-1/2 ഉണ്ടല്ലോ, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 2 കേസുകളായിട്ട്. -1/P-1/2ൻ്റെ വാല്യൂ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്തോടാം. P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 പറഞ്ഞു കഴിഞ്ഞാൽ Pൻ്റെ ഫോമാറ്റ് 4k+1 ആയിരിക്കും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4k/2 വരും. അപ്പോൾ 2k വരും. -1/2k പറഞ്ഞാൽ 1 ആണ്. എന്തായാലും P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആണെന്നുണ്ടെങ്കിൽ P-1/2ൻ്റെ വാല്യൂ ഈവൻ ആയിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആണെങ്കിൽ -1/P-1/2ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3/Pൻ്റെ വാല്യൂ 1 എന്ന ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? 3/Pൻ്റെ വാല്യൂ P/3 × -1/P-1/2. സോ 3/P = P/3ൻ്റെ വാല്യൂ 1, -1/P-1/2ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഈ കേസിൽ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആണ്. അപ്പോൾ 1 × 1 1. അപ്പോൾ 3/P = 1 ആയിരിക്കും ഫസ്റ്റ് കേസിൽ. ഇനി അടുത്തത് P കോൺഗ്രുവൻറ്റ് 5 മോഡുലോ 12 എടുക്കാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? P കോൺഗ്രുവൻറ്റ് 5 മോഡുലോ 12 ആണെന്നുണ്ടെങ്കിൽ മോഡുലോ 3 എന്താണെന്ന് ചെക്ക് ചെയ്യുക, മോഡുലോ 4 എന്താണെന്ന് ചെക്ക് ചെയ്യുക. എക്സാമ്പിൾ ആലോചിച്ചാൽ മതിയടാ. P കോൺഗ്രുവൻറ്റ് 5 മോഡുലോ 12 ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 17 അല്ലേ. 17 നിങ്ങൾ എടുത്തു. 17 മോഡുലോ 12 ചെയ്യുമ്പോൾ 5 ആണ്. അപ്പോൾ മോഡുലോ 3 എന്തായിരിക്കും, മോഡുലോ 4 എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലോ എന്താ വരിക, അല്ലെങ്കിൽ റിമൈൻഡർ എന്താ വരിക, 2 ആണ്.
4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. ഇത് രണ്ടും ആദ്യം എഴുതി വയ്ക്കാം. ഓരോ കേസ് കൊടുക്കുക, ആദ്യം ഇത് രണ്ടും എഴുതി വയ്ക്കുക, എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യാം. പി കോൺഗ്രുവൻറ്റ് 2 മോഡൽ 3 ആണെന്നുണ്ടെങ്കിൽ P/3 വേണം. ഞാൻ പറഞ്ഞല്ലോ P/3 വേണം, -1/P-1/2 വേണം. P/3 ചെക്ക് ചെയ്യാൻ മോഡലോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2/3. ഇനി 2/Pൻ്റെ ഇക്വേഷൻ എന്താ? 2/Pൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? -1/P² - 1/8 ഇട്ട് കൊടുക്കാം. P² - 1/8ൽ പിയുടെ വാല്യൂ 3 അല്ലേ ഇവിടെ പ്രൈം. ഓക്കെ, താഴത്തെ പ്രൈം ആട്ടോ ഇവിടുത്തെ പി. ഓക്കെ, നിങ്ങളത് കൺഫ്യൂസ് ആയി പോകല്ലേ. P/3 എന്ന് പറയുമ്പോൾ പി ഇവിടെയാണല്ലോ, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ N/P ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ ആ പി വാല്യൂ 3 ആയതുകൊണ്ട് 3² - 1/8 വരും. അപ്പോൾ -1/8 അല്ലേ, -1 വരും. ഒരെണ്ണം P/3 കിട്ടി. ഇനി അടുത്ത് -1/P - 1/2. അപ്പോൾ ഇവിടെ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 അല്ലേ, നമ്മൾ ഓൾറെഡി എഴുതി. P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 വന്നു കഴിഞ്ഞാൽ P - 1/2 ഈവൻ ആയിരിക്കും. അപ്പോൾ -1/P - 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ P കോൺഗ്രുവൻറ്റ് 1 മോഡുലോ 4 ആണെന്നുണ്ടെങ്കിൽ P - 1/2 ഈവൻ ആയതുകൊണ്ട് -1/P - 1/2 1 ആണ്. 3/P നമ്മൾ ഇത് രണ്ടും കൂടെ കിട്ടിയത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1. അതായത് കേസ് 2ൽ 3/Pൻ്റെ വാല്യൂ -1 നോൺ റെസിഡ്യൂ ആണ്. അടുത്ത ഇതേപോലെ തന്നെ മൂന്നാമത്തെ കേസ് 7 മോഡൽ 12 എടുക്കുക. ഒരു എക്സാമ്പിൾ ആലോചിക്കുക. 7 മോഡൽ 12 ആവുന്ന നമ്പർ 19 എടുക്കാം. 19 എടുക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 19 1 കിട്ടുക റിമൈൻഡർ. അപ്പോൾ P കോൺഗ്രുവൻറ്റ് 1 മോഡൽ 3 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 ആണ്. P കോൺഗ്രുവൻറ്റ് 3 മോഡൽ 4 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടെണ്ണം കാണാം. P/3 കാണാം. P/3 പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് പകരം 1 എഴുതിക്കൂടെ, 1 മോഡൽ 3 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ 1/3 വരും. 1/3ൻ്റെ വാല്യൂ ഓൾവേസ് 1. ഇനി P കോൺഗ്രുവൻറ്റ് 3 മോഡൽ 4 ആകുമ്പോൾ P കോൺഗ്രുവൻറ്റ് 1 മോഡൽ 4 ആകുമ്പോൾ 1 ആണ്. നമ്മൾ രണ്ട് കേസിലും പറഞ്ഞു. 3 മോഡൽ 4 ആകുമ്പോൾ -1 ആയിരിക്കും. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ 4K + 3 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തോ. P - 1/2 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 4K + 3 - 1 4K + 2/2 വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2K + 1, അതായത് ഓടായിരിക്കും. അതായത് -1/P - 1/2 -1 ആയിരിക്കും P കോൺഗ്രുവൻറ്റ് 3 മോഡൽ 4 ആണെങ്കിൽ. നമുക്ക് P/3 കിട്ടി, -1/P - 1/2 കിട്ടി. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 × -1 സോ കേസ് 3ൽ 3/Pൻ്റെ വാല്യൂ -1 നോൺ റെസിഡ്യൂ ആണ്. ലാസ്റ്റ് കേസ് 11 മോഡ് 12. അവിടെ അത് എക്സാമ്പിൾ 23 എടുക്കാം. 23 എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ മോഡൽ 3 ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലേ, മോഡൽ 4 ചെയ്ത് കഴിഞ്ഞാൽ 3. അപ്പോൾ രണ്ടും കിട്ടിയല്ലോ. P കോൺഗ്രുവൻറ്റ് 2 മോഡൽ 3 ആണെങ്കിൽ P/3ക്ക് പകരം 2/3 കണ്ടാൽ മതി. ഫംഗ്ഷൻ 2/P എന്നുള്ള ഫോമാറ്റ് വന്നു കഴിഞ്ഞാൽ -1/P² - 1/8. നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ -1 വരും. അതേപോലെ P കോൺഗ്രുവൻറ്റ് 3 മോഡൽ 4 ആണെന്നുണ്ടെങ്കിൽ P - 1/2 ഇത് കേസ് 3ൽ അതേപോലെ തന്നെ -1/P - 1/2 അത് -1 വരും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട 3/P ആയി. -1 × -1 1. അതായത് കേസ് 1ലും കേസ് 2ലും റെസിഡ്യൂ ആണ്. ഓക്കെ, സോറി, കേസ് 1ൽ റെസിഡ്യൂ ആണ്, കേസ് 2ൽ നോൺ റെസിഡ്യൂ ആണ്, കേസ് 3ൽ നോൺ റെസിഡ്യൂ ആണ്. അതായത് -1 കിട്ടിയത്. കേസ് 4ലും റെസിഡ്യൂ ആണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം എന്താ കിട്ടിയതെന്നുള്ളത്. P കോൺഗ്രുവൻറ്റ് 1 മോഡലോ P ആയിരുന്നപ്പോൾ 1 മോഡലോ 12 ആയപ്പോൾ നമുക്ക് കിട്ടിയത് റെസിഡ്യൂ, അതായത് 3/P = 1 കിട്ടിയത്. ഇവിടെ 3/Pൻ്റെ വാല്യൂ -1 ഇവിടെ 3/Pൻ്റെ വാല്യൂ -1 ആയി. ഇവിടെ 3/Pൻ്റെ വാല്യൂ 1. എങ്ങനെ കൺക്ലൂഷൻ? 3 ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡലോ P ഇഫ് P ഈസ് കോൺഗ്രുവൻറ്റ് ടു ഒന്നുകിൽ 1 മോഡ് 12 അല്ലെങ്കിൽ P കോൺഗ്രുവൻറ്റ് ടു 11 മോഡലോ 12. അങ്ങനെ പറയാമല്ലോ. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് കമ്പൈൻ ചെയ്ത് എഴുതണം നിർബന്ധമൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, നോൺ റെസിഡ്യൂ ആവുക എപ്പോഴാണ്? 3 ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡലോ P ഇഫ് P കോൺഗ്രുവൻറ്റ് ടു നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് കേസ് 5 മോഡലോ 12 അതുപോലെ 7 മോഡലോ 12. ഓക്കെ, ഇത്രയും നിങ്ങൾ ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 കേസ് ആക്കണു, ലെങ്തി ആയി തോന്നുകയൊക്കെ ചെയ്യും, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം കേട്ടോ. ഇത് 1 ആണ്, ഇത് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 അല്ലേ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് P കോൺഗ്രുവൻറ്റ് +or-1 മോഡ് 12 എന്ന് എഴുതാം. ഇത് 5 ആണ്, 7 ആണ്. ഇത് 7 എന്ന് പറഞ്ഞാൽ -5 ആണ്. ഇവിടെ P കോൺഗ്രുവൻറ്റ് +or-5 മോഡ് 12 എന്ന് എഴുതാം. ഫൈനൽ കൺക്ലൂഷനായിട്ട് ഇത് ഇങ്ങനെ എഴുതണം എന്നില്ല, ഇവിടെ നിർത്തിയാൽ തന്നെ മതി. ഓക്കെ, പറഞ്ഞല്ലോ. അപ്പോൾ ഇതും നമ്മൾ 2/P ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റ് വേണമല്ലേ. ഇതേപോലെ P കോൺഗ്രുവൻറ്റ്
+or-1 mod 8ഉം +or-3 mod 8ഉം അതുപോലെ -1/p ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3/p കൂടെ വന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വീഡിയോ പോസ് ചെയ്തിട്ട് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നോക്കിയോ. പ്രൂവ് ദാറ്റ് 5 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ഓഫ് ആൻ ഓഡ് പ്രൈം p if p congruent to +or-1 mod 10. 5 ഈസ് എ നോൺ റെസിഡ്യൂ if p congruent to +or-3 mod 10. ശരിക്കും എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങളിപ്പോൾ 3/p ചെയ്തില്ലേ, 5/p ചെക്ക് ചെയ്യാനാ. ഇതുപോലെ എപ്പോഴാണ് 1 വരിക, എപ്പോഴാണ് -1 വരിക എന്ന്. 1 വരുമ്പോൾ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവും. അത് അവർ ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. +or-1 mod 10 ആകുമ്പോഴാണ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവുക. +or-3 mod 10 ആകുമ്പോഴാണ് ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആവുക. ഞാനിവിടെ പറഞ്ഞു നിർത്തിയെന്നുള്ള മറന്നുപോയി. എന്തായാലും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതണം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് p congruent +or-1 mod 10 ആകുമ്പോൾ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണെന്നും +or-3 mod 10 ആകുമ്പോൾ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, 5/pൻ്റെ വാല്യൂ എപ്പോഴൊക്കെ 1 വരിക, എപ്പോഴൊക്കെ -1 വരിക, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഓടിച്ച് പറഞ്ഞുതരാം. 5/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അനുസരിച്ചിട്ട് -1⁵ (5 - 1/2) p -1/2 p/5 എന്ന് എഴുതാം തലതിരിച്ചിട്ട്. 5 - 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 4/2 ആണ് വരിക. അപ്പോൾ അത് 1 ആയി പോകും. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. -1⁻² p -1/2 മാത്രമേ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ p/5. ഇനി -1⁻² p -1ൻ്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ ഒന്നുകിൽ ഇത് 1 ആവാം, -1 ആവാം അല്ലേ. എപ്പോഴാണ് 1 വരിക? p -1 ഈവൻ ആകുമ്പോൾ. എപ്പോഴാണ് -1 വരിക? p -1 ഓഡ് ആകുമ്പോൾ. എഴുതി ക്ലിയർ ആക്കി തരാം. -1⁻² p -1ൻ്റെ വാല്യൂ ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ -1 ആവും. 1 ആവുന്നത് p -1 ഈവൻ ആകുമ്പോൾ, -1 ആവുന്നത് p -1 ഓഡ് ആകുമ്പോൾ. p -1 ഈവൻ ആവുക p -1 2n ആകുമ്പോൾ. ഓഡ് ആവാന്ന് പറഞ്ഞാൽ p -1 2n+1 ആകുമ്പോൾ. -1 അങ്ങോട്ട് കൊണ്ടുപോയാൽ p = 2n+1 ആകുമ്പോൾ, -1 അങ്ങോട്ട് കൊണ്ടുപോയാൽ p = 2n+2 ആവും. ഓക്കെ, ഞാൻ ഇതിനെ മാത്രമേ മാറ്റുന്നുള്ളൂ കേട്ടോ. p = 2n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p congruent 1 mod 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ എന്നല്ലേ. ഈവൻ നമ്പറിൻ്റെ കൂടെ ഇത് ഓഡ് നമ്പർ അല്ലേടാ. p ഓഡ് ആവുമ്പോൾ 1, p ഈവൻ ആവുമ്പോൾ -1, അങ്ങനെയും പറയാം. അതായത് 1 കിട്ടുക p congruent 1 mod 2 ആകുമ്പോഴും, -1 കിട്ടുക p congruent 0 mod. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് p mod 2 വെച്ചിട്ട് p ചെക്ക് ചെയ്യണം. mod 2 ആകുമ്പോൾ 1 ആണോ 0 ആണോ എന്നുള്ളത്. ഓക്കെ, 3ൻ്റെ ചെയ്തപ്പോഴും നമ്മളിങ്ങനെ ഒരു മോഡിലോ 3 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാല്യൂ കിട്ടാൻ നമുക്കറിയേണ്ടത് mod 2 p മോഡിലോ 2 ആണ്. p -1 മോഡിലോ 2 പറഞ്ഞാൽ p മോഡിലോ 2. ഓക്കെ, p മോഡിലോ 2 ആണ് നമുക്ക് ഈ വാല്യൂ കിട്ടാൻ അറിയേണ്ടത്. p/5ൻ്റെ വാല്യൂ കിട്ടാൻ നമുക്കറിയേണ്ടത് p മോഡിലോ 5 ആണ്. ഓക്കെ, ഫസ്റ്റ് 3/pൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് mod 12 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ mod 12 അല്ല, ഏതാവും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ വാല്യൂ കിട്ടാൻ mod 2 ആണ്, ഈ വാല്യൂ കിട്ടാൻ mod 5 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് p mod 10 ആണ്. ഓക്കെ, p mod 10 ആവുന്ന പ്രൈംസ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. p mod 10 ആവുന്ന പ്രൈംസ് ഏതൊക്കെയാണ്? മോഡിലോ 10 1 പറ്റും, 11, 13 പറ്റും. അപ്പോൾ 3 മോഡ് അല്ലേ. പിന്നെ 17 പറ്റും. 5 പറ്റില്ല, കാരണം നിങ്ങൾ 5 മോഡിലോ 10 ആകുമ്പോൾ 15 പറ്റില്ലല്ലോ, ഒരു പ്രൈം ആവില്ല. അപ്പോൾ 17 പറ്റും, അതുകൊണ്ട് 7 മോഡിലോ 10. 9 പറ്റും, 19 മോഡിലോ 10. ഓക്കെ, അതായത് 3/pൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 കേസേ ഉള്ളൂ. 1 മോഡിലോ 10, 3 മോഡിലോ 10, 7 മോഡിലോ 10, 9 മോഡിലോ 10. 4 നിങ്ങൾ വെരിഫൈ ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനൽ ആൻസർ നിങ്ങൾ എഴുതി നോക്ക്, ആൻസർ ശരിയാവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ആദ്യം നിങ്ങൾ 1 മോഡിലോ 10 എടുക്കുക. 1 മോഡിലോ 10 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 11 ആലോചിച്ചാൽ മതി. 11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? 1 മോഡിലോ 2 എന്താണ് വാല്യൂ, അതുപോലെ മോഡിലോ 5 എന്താണ്. 11 എടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ്. അപ്പോൾ p congruent 1 മോഡിലോ 2 അല്ലേ. നിങ്ങളിങ്ങനെയൊന്നും ആലോചിക്കേണ്ട. 2 ഡിവൈഡ്സ് p -1, അതുകൊണ്ട് p -1 ഈവന് ആലോചിക്കുന്നതിന് തെറ്റൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? p congruent 1 മോഡിലോ 10 ഇല്ലേ, അതായത് p congruent 1 മോഡിലോ 2 ആവുമെന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ 11 നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ, 11 എന്ന് ഇതിലിട്ട് കൊടുക്കുക.
11 മൈനസ് 1 10 അല്ലേ, -1 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആവും. അതായത് ഈ വാല്യൂ സെപ്പറേറ്റ് കാണുക, ഈ വാല്യൂ സെപ്പറേറ്റ് കാണുക, അതാണ് നമ്മൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ 11 വെച്ച് കണ്ടുപിടിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും. അല്ല പി കോൺഗ്രൻറ്റ് 1 മോഡുലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിവൈഡ്സ് p-1, അതായത് p-1 ഈവൻ ആവും. അപ്പോൾ -1 × p-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. p/5 അല്ലെങ്കിൽ p/5 അല്ല, ലെജൻഡറി സിമ്പിൾ. ഓക്കെ, അപ്പോൾ പി കോൺഗ്രൻറ്റ് ടു 1 മോഡുലോ 10 ആണെങ്കിൽ 11 വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ 5 നോക്കിക്കഴിഞ്ഞാൽ 1 തന്നെ റിമൈൻഡർ വരാം 11. അപ്പോൾ p/5 പകരം നമുക്ക് 1/5 എഴുതാം. 1/5 ഈസ് ഓൾവേസ് 1. അതായത് ഈ വാല്യൂ 1 വരും, ഈ വാല്യൂ 1 വരും. 1 × 1 1. ഫസ്റ്റത്തെ കേസിൽ 1, അതായത് റെസിഡ്യൂ മോഡലോ ആണ്. കേസ് 2 എടുക്കുക, 3 മോഡലോ 10. അവിടെ 13 കൺസിഡർ ചെയ്യുക. 13 കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ രണ്ടും ചെക്ക് ചെയ്യുക. ആദ്യം -1 × 13 - 1 ചെക്ക് ചെയ്യുക, 12. അപ്പം എന്ത് കിട്ടും? അത് 1 വരും അല്ലേ, p-1 ഈവൻ ആയതുകൊണ്ട് അത് ഓക്കെ, 1 വരും. ഇനി പി കോൺഗ്രൻറ്റ് 3 മോഡലോ 10 ആണെന്നുണ്ടെങ്കിൽ 13ൻ്റെ മോഡലോ 5 ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് അവിടെ റിമൈൻഡർ. അപ്പോൾ പി കോൺഗ്രൻറ്റ് 3 മോഡലോ 5 ആണ് അല്ലേ, അപ്പോൾ p/5 പകരം 3/5 എന്ന് എഴുതാം. 3/5ൻ്റെ വാല്യൂ നമ്മൾ അതിനൊരു ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോർമുല പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3/5 അല്ലെങ്കിൽ 3/p കാണാൻ 1 ആവും. പി കോൺഗ്രൻറ്റ് +or-1 മോഡൽ 12 ആകുമ്പോൾ 1 +or-5 മോഡൽ 12 അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് +or-5 മോഡൽ 12 ഈ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഇത് വെച്ച് ഇത് ഓർമ്മയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 3/5 = ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അപ്ലൈ ചെയ്യാലോ. -1 × 3-1/2 × 5-1/2 × തലതിരിച്ച് 5/3. ഇതെന്താ വരിക? ഇതൊരു 2 വരും, അപ്പോൾ 1 ഇവിടെ 2 വരും. അപ്പോൾ -1 × 1 × 2 അതുപോട്ടെ. 5/3ൻ്റെ കാണാൻ എന്ത് ചെയ്യുക? മോഡിൽ അപ്ലൈ ചെയ്യാമല്ലോ. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മോഡിലോ 3, അപ്പോൾ 2/3. ഇത് 1 ആയി പോകും. 1 × 2 മോഡിലോ 3. 2/pക്ക് വാല്യൂ പെട്ടെന്ന് കിട്ടും. -1 × p² - 1/8 3² - 1/8 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 × -1 ഇങ്ങനെ ചെയ്യാം. അഥവാ ഇത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ 3/5 അവിടെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 3/5 കാൽക്കുലേറ്റ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. ഓക്കെ, അത് കുറച്ച് എളുപ്പവഴിയിൽ അല്ലെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ കാണിച്ചു തന്നല്ലോ. ഓക്കെ, -1 × p² - 1/8 ഇവിടെയൊക്കെ 5 അല്ല കേട്ടോ, 8 ആണ്. എഴുതിയത് മാറിപ്പോയതായിരിക്കും, ഇതൊക്കെ 8 ആണ്. ശരി, 5/p = 1 × ആദ്യം നമുക്ക് p-1 ഈവൻ ആയതുകൊണ്ട് അത് 1 കിട്ടി, മറ്റേത് -1 കിട്ടി, അതുകൊണ്ട് നോൺ റെസിഡ്യൂ ആണ് ഈ കേസിൽ. 7 മോഡലോ 10 എടുക്കുക. 7 മോഡലോ 2 17 എടുക്കാം. മോഡ് 2 ആകുമ്പോൾ 17 ആകുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. 1 മോഡലോ 2. ഓക്കെ, പി കോൺഗ്രൻറ്റ് 1 മോഡലോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 17 നിങ്ങൾ ഇട്ട് കൊടുത്ത് നോക്കുക. 17 ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 17 - 1 16. ഏട്ടത് എല്ലാം എപ്പോഴും 1 ആയി പോകില്ലേ അല്ലേ? 16 എല്ലാം ഇത് ഈ എല്ലാ പിക്കും ഇത് ഈവൻ ആവില്ലേ? ശരിക്കും ഞാനിതിനിങ്ങനെ ചെയ്യണു അല്ലേ? ഇവിടെ നിന്ന് നോക്കിപ്പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ വെച്ചാലേ നമ്മൾ ഈ മോഡ് 10 ആലോചിക്കില്ല. അപ്പോൾ അങ്ങനെ തന്നെ മതി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. ഇത് ഏത് പി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈവനായിട്ടേ വരുള്ളൂ. അപ്പോൾ അത് 1 തന്നെ ആവുള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് മോഡിലോ 10 നമ്മൾ ആലോചിക്കില്ല. ഓക്കെ, എന്തായാലും 5 ഈസ് എ നോൺ റെസിഡ്യൂ മോഡലോ പി. അപ്പോൾ എന്തായാലും ഈ 17 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത് -1 × 17 - 1/2 അത് ഈവൻ ആയി പോകും, അല്ലെങ്കിൽ 1 ആയി പോകും. അതൊക്കെ 7 മോഡലോ 5 നമുക്ക് രണ്ടാമത്തെ കേസാണ് വേണ്ടത്. അതായത് ഈ വാല്യൂ എന്താ? p/5. അപ്പോൾ 17 എടുത്തു കഴിഞ്ഞാൽ അവിടെ റിമൈൻഡർ എന്താ? 2 ആണ്. പി കോൺഗ്രൻറ്റ് 7 മോഡലോ 5 എന്നുള്ളത് 2 മോഡലോ 5 ആക്കി എഴുതാമല്ലോ 17ന്. അപ്പോൾ p/5 പകരം 2/5 എഴുതാം. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? 2/5 എന്ന് പറഞ്ഞാൽ 2/p കാണാൻ നമുക്കറിയാലോ. ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. p² - 1/8 -1 × p² - 1/8 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ p 5 ആണ്. അപ്പോൾ 5² എന്ന് പറഞ്ഞാൽ 25 -1 24/8 3. അതൊക്കെ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് സാർ എഴുതിയിട്ടുള്ളത്. -1 × 3 -1 ആണ്. എന്തായാലും 1 × -1 ഈ കേസിൽ നോൺ റെസിഡ്യൂ ആണ്. അടുത്ത കേസ് എടുക്കുക. 9 മോഡ് 10 19 വെച്ച് ചെക്ക് ചെയ്യുക. ഫസ്റ്റത്തെ എന്തായാലും ഈവൻ ആയി, അത് 1 ആയി പോകും. ഓക്കെ, 9 മോഡലോ 5 എടുക്കുക. 9 മോഡലോ 5 അല്ലെങ്കിൽ 19 എടുത്തു കഴിഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 മോഡലോ 5 ആണ് വരിക. p/5 വരെ 4/5 കാണാം. 4/5 എങ്ങനെ 1 വരിക എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. 4/5 ഞാൻ 2/5 × 2/5 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 × p² - 1/8
ഇതും -1/p²-1/8. എടാ ഇത് വാല്യൂ എന്തായാലും 1 അല്ലേ വരുള്ളൂ. ഇതൊന്നുകിൽ -1 അപ്പോൾ ഇത് -1 അപ്പോൾ 1 വരും. ഇത് അല്ലെങ്കിൽ 1 ഇത് 1 അപ്പോഴും 1 വരും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ എഴുതാം. അപ്പോൾ എന്തായാലും ഡയറക്റ്റായിട്ട് p/5 1 വരിക. സോ ഈ കേസിൽ 1 × 1 1 ആണ്. അതായത് 5 ഈസ് റെസിഡ്യൂ മോഡുലോ p. ഓക്കെ, ആൻസർ കംപ്ലീറ്റ് ആയി. ഫസ്റ്റത്തെ കേസിൽ റെസിഡ്യൂ മോഡലോ, അതായത് 1 മോഡലോ 10ൽ, ലാസ്റ്റത്തെ 9 മോഡലോ 10ലും റെസിഡ്യൂ മോഡലോ. 9 മോഡലോ 10 പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അതായത് +or-1 മോഡലോ 10 ആകുമ്പോൾ റെസിഡ്യൂ മോഡലോ. കേസ് 2 3 മോഡലോ 10 ആകുമ്പോഴും 7 മോഡലോ 10 ആകുമ്പോഴും, 3 മോഡലോ പറഞ്ഞാൽ -3 മോഡലോ ആകുമ്പോഴും നോൺ റെസിഡ്യൂ ആണ്. അതായത് +or-3 മോഡലോ 10ൽ നോൺ റെസിഡ്യൂ ആണ്. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്ക്. ഇനി സോൾവ് ചെയ്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പറയണമെന്ന് മാത്രം. കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ 3/pയും 5/pയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് സ്മൂത്തായി ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ ഓഡ് പ്രൈം ഫോർ വിച്ച് -5 ഏതിനൊക്കെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആവും, -5 ഏതിനോടൊക്കെ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആവും. ഓക്കെ, ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് -5/p, ഇപ്പോൾ 5/p ചെയ്തല്ലോ, -5/pൻ്റെ വാല്യൂ എപ്പോഴാണ് 1 വരിക, എപ്പോഴാണ് -1 വരിക എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ നോട്ട് അയച്ചു തരാം. -5/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 × 5/p ആണ്. നമുക്ക് ആ -1 പുറത്തേക്ക് നിർത്താം അല്ലേ. എന്നിട്ട് -1/p സെപ്പറേറ്റും 5/p സെപ്പറേറ്റും ആലോചിക്കാം. ഇനി 5/p സെപ്പറേറ്റ് ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, -1/p നമുക്ക് എന്തായാലും ഒരു ഫോർമുല ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച മുമ്പ് കൺസ്ട്രക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്, -1p -1/2 ചെയ്താൽ മതി എന്ന്. അവിടെ നമ്മൾ p മോഡുലോ 4 വെച്ചിട്ടായിരുന്നു 3/pൻ്റെ കേസിൽ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ p കോൺവെൻറ്റ് 1 മോഡുലോ 4 ആകുമ്പോൾ ഒരു വാല്യൂ, 3 മോഡുലോ 4 ആകുമ്പോൾ മറ്റൊരു വാല്യൂ. അപ്പോൾ ഈ വാല്യൂ കിട്ടാൻ നമ്മൾ മോഡുലോ 4 ആണ് നോക്കേണ്ടത്. നമ്മൾ 5/p തൊട്ട് മുന്നേ ചെയ്തപ്പോഴും അതെ, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ ഒക്കെ അപ്ലൈ ചെയ്ത് 5 - 1/2 ഒക്കെ എഴുതി. അപ്പോൾ ഇത് 1 ആയി പോകും. അല്ലെങ്കിൽ 2 -1ൻ്റെ പവർ 2, അത് മൈൻഡ് ചെയ്യണ്ട. p -1/2 ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, ഈ ആൻസർ വല്ലാത്ത കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട്, കാരണം ഇവിടേക്ക് ഇതൊക്കെ ഡയറക്റ്റായിട്ട് 1 ആയി പോകും. ഞാൻ ഈ p/5 മാത്രം വെച്ചിട്ട് എഴുതാൻ പറ്റും നോക്കിയോട്ടെ, അത് ഞാൻ സോൾവ് ചെയ്ത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ 3/pയും 5/pയും പഠിച്ച് വെക്കും. നല്ല ക്വസ്റ്റ്യനാണ്, സിമ്പിളാണ്.